നമസ്തേ ഹരിയോം. ഇന്ന് ശ്രീമന്നാരായണീയത്തിലെ ദശകം 72 അക്രൂരാഗമനം എന്ന കഥയാണ് ഞാൻ വർണ്ണിക്കാൻ പോകുന്നത്. ശ്രീമദ് ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിലെ 38-ാം അധ്യായത്തിലെ പ്രതിപാദ്യമാണ് ഈ ദശകത്തിൽ സംഗ്രഹിച്ചു കൊടുത്തിരിക്കുന്നത്. ശേഷശയ്യയിൽ, അതായത് അനന്തൻ്റെ ആദിശേഷൻ്റെ ശയ്യയിൽ പള്ളി കൊള്ളുന്നവനായ ശ്രീ ഭഗവാനെ ആ കംസൻ ശ്രീ നാരദമുനിയുടെ വാക്ക് കേട്ടിട്ട് ഭഗവാൻ അമ്പാടിയിൽ വസിക്കുന്നു എന്ന് മനസ്സിലാക്കി ഭയത്താൽ തകർന്ന ഹൃദയത്തോടുകൂടിയവനായി അക്രൂരനെ വിളിച്ചു വരുത്തി. ധനുർയാഗത്തിന് എന്ന വ്യാജേന എങ്ങനെയെങ്കിലും ഭഗവാനെ മധുരാപുരിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം എന്ന് വിചാരിച്ചിട്ട് ധനുർയാഗം നടത്തുന്നുണ്ട്, അതിനുവേണ്ടി ഭഗവാനെ കൂട്ടിക്കൊണ്ടുവരൂ എന്ന് അക്രൂരനോട് പറഞ്ഞ് അയച്ചു, അമ്പാടിയിലേക്ക് പറഞ്ഞയച്ചു. അങ്ങനെ കംസന്റെ ധനുർയാഗത്തിന് ആ മഹോത്സവത്തിൽ എത്തിച്ചേരുവാൻ നന്ദാദികളെ ക്ഷണിക്കുന്നു എന്ന വ്യാജത്താൽ രാമകൃഷ്ണന്മാരെ, അതായത് ബലരാമനെയും ശ്രീകൃഷ്ണ ഭഗവാനെയും മധുരാപുരിയിലേക്ക് കൊണ്ടുവരുവാൻ തുടങ്ങുന്നു. വളരെ കാലമായി ഭഗവാന്റെ പാദഭക്തനും രാജാവിനെ, അതായത് കംസനെ പേടിച്ച് അവിടുത്തെ ഭഗവാനെ കാണാൻ മനസ്സിന് ശക്തിയില്ലാത്തവനും പിന്നീട് ആ രാജാവിൻ്റെ, കംസന്റെ തന്നെ ആജ്ഞയനുസരിച്ച് ഭഗവാനെ കാണാൻ മുതിർന്നവനുമായ ഈ അക്രൂരൻ അത്യധികം സന്തോഷത്തെ അനുഭവിച്ചു. തേരിൽ കയറി ഭഗവാന്റെ നിവാസസ്ഥാനത്തേക്ക് പോകുന്ന, ഭഗവാൻ താമസിക്കുന്ന അമ്പാടിയിലേക്ക് പോകുന്ന ഈ മഹാപുണ്യശാലിയായ അക്രൂരൻ ഭഗവാനെ സംബന്ധിച്ച് ഉൾക്കൊള്ളുന്ന അഭിലാഷങ്ങളെ വീണ്ടും വീണ്ടും മനസ്സ് ആസ്വദിച്ചുകൊണ്ടും വിഘ്നങ്ങൾ വന്നു ചേരുമോ എന്ന ഭയത്താൽ ഈശ്വരനോട് വീണ്ടും വണ്ണം പ്രാർത്ഥിച്ചുകൊണ്ടും വഴിക്ക് ഒന്നും തന്നെ അറിഞ്ഞില്ല. അതായത് ഭഗവാനെ കാണുമ്പോൾ എന്തൊക്കെ ഉണ്ടാകും, എന്തൊക്കെ ഭഗവാൻ കെട്ടിപ്പുണരും, അങ്ങനത്തെ ഒരുപാട് ആഗ്രഹങ്ങൾ അക്രൂരനുണ്ടായിരുന്നു. അതുപോലെ ഭഗവാനെ കണ്ടിട്ട് ആ ദൗത്യം മധുരാപുരിയിലേക്ക് കൊണ്ടുവരാനുള്ള ദൗത്യം വിഘ്നങ്ങൾ തടസ്സം വരുമോ എന്ന ഭയത്താൽ അത് നടക്കരുതേ, നിർവിഘ്നം ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വഴിക്ക് ഒന്നും തന്നെ അറിഞ്ഞില്ല. അനേകം വേദങ്ങളാൽ പ്രകീർത്തിക്കപ്പെട്ട പ്രാപ്യസ്ഥാനമായ പരമപുരുഷനെ എനിക്ക് ദർശിക്കാൻ കഴിയുമോ, സ്പർശിക്കാൻ കഴിയുമോ, വാരിക്കോരി പുണരുവാൻ കഴിയുമോ എന്ന് ഭഗവാൻ എന്നോട് എന്താണ് പറയുക, എവിടെ വെച്ചാണ് ഭഗവാനെ കാണാൻ കഴിയുക, ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് വഴിയിലെല്ലാം ഭഗവാനെ തന്നെ ഓർത്ത് അമ്പാടിയിൽ എത്തിച്ചേർന്നു. വൃന്ദാവനത്തിൽ, അതായത് അമ്പാടിയിൽ എത്തിച്ചേർന്ന അക്രൂരൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. ഭഗവാന്റെ തൃപ്പാദങ്ങളാൽ പരിശുദ്ധവും ശിവൻ, ബ്രഹ്മാവ്, മറ്റു ദേവന്മാരാൽ വന്ദനീയവുമായ വൃന്ദാവനത്തിൽ പ്രവേശിക്കുന്ന അക്രൂരൻ ആനന്ദത്തിൽ മുഴുകിയവനെ പോലെയും മോഹാലസ്യത്തിൽ പെട്ടവനെ പോലെയും എന്തെന്ത് കാര്യങ്ങൾ പ്രാപിച്ചില്ല, എന്തെന്ത് അവസ്ഥാവിശേഷത്തെ പ്രാപിച്ചില്ല. അക്രൂരൻ ഭഗവാൻ കളിയാടിയ സ്ഥലങ്ങളെ കണ്ടപ്പോൾ വന്ദിച്ചു. ഭഗവാന്റെ തൃപ്പാദങ്ങൾ കാലടി മണ്ണ് പതിഞ്ഞ ആ പാദപാംസുക്കളിൽ വീണു ഉരുണ്ടു. പരബ്രഹ്മമൂർത്തിയെ, ഞാൻ എന്തു പറയട്ടെ, അക്കാലത്തും അനേകം ജനങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്രകാരം അക്രൂരനെ പോലെ ഭക്തി വിവശന്മാർ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അക്രൂരൻ ഭഗവാന്റെ ചരിതാമൃതത്തിൻ്റെ പ്രവാഹമാകുന്ന കർണരസായനം ഒഴുകുന്ന, അതായത് ഭഗവാന്റെ കഥകൾ പാടി നടക്കുന്ന ആ ഗോപഗൃഹങ്ങളെ ദർശിച്ചുകൊണ്ട് ആനന്ദനദിയിൽ ഒഴുകിപ്പോകുന്നവനോ എന്ന് തോന്നും വണ്ണം നടന്ന് സന്ധ്യയായപ്പോൾ ഭഗവാന്റെ ഗൃഹത്തിന് സമീപം എത്തിച്ചേർന്നു. അങ്ങനെ ഭഗവാന്റെ അടുത്തെത്തിയ ആ അക്രൂരൻ പശുവിനെ കറക്കുന്നത് നോക്കിക്കാണാൻ കൊതിപൂണ്ട് നിൽക്കുന്നവനും പരമഭക്തനായ അക്രൂരൻ്റെ ആഗമനം പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനോ എന്ന് തോന്നും വണ്ണമുള്ളവനും
ഉള്ളിൽ നിറഞ്ഞു കവിഞ്ഞ ബ്രഹ്മാസ്വാദ രസാർണവത്തെ പുറത്ത് പ്രകാശിപ്പിക്കുന്നവനോ എന്ന് തോന്നും വണ്ണം ശോഭിക്കുന്നവനും ബലരാമ സഹിതനുമായ ഭഗവാനെ ദർശിച്ചു. വളരെ കാലമായി ശ്രീകൃഷ്ണ ചിന്തയാൽ അക്രൂരന്റെ ഹൃദയത്തിൽ ബ്രഹ്മാനുഭൂതി രസം ചിദാനന്ദമായ സമുദ്രം വേലിയേറ്റം പൂണ്ട് തുളുമ്പി നിന്നിരുന്നു. ഭഗവത് രൂപം പ്രത്യക്ഷമായി കണ്ടപ്പോൾ അത് കരകവിഞ്ഞൊഴുകി. സാന്ദ്രാനന്ദാവബോധാത്മകമായ ഭഗവത് രൂപം തന്നെയാണ് ആ സമുദ്രം. അതായത് വളരെ കാലമായി ശ്രീകൃഷ്ണ ചിന്ത കൊണ്ട് അക്രൂരന്റെ ഹൃദയം മുഴുവനും ഭഗവാൻ മാത്രമായിരുന്നു. ഭഗവാനെക്കുറിച്ച് ആലോചിച്ചിട്ടുള്ള ആനന്ദം, പരമാനന്ദം മാത്രമേ അക്രൂരന് ഉണ്ടായിരുന്നുള്ളൂ. സന്ധ്യാസ്നാനം കൊണ്ട് അത്യന്തം നിർമ്മലമായ, അതായത് നിഷ്കളങ്കമായ ശരീരത്തോടു കൂടിയവരും മനോഹരമായ മഞ്ഞപ്പട്ടും നീലപ്പട്ടും അണിഞ്ഞതുകൊണ്ട് അതിസുന്ദരന്മാരും വളരെ കുറച്ച് ആഭരണങ്ങൾ മാത്രം അണിഞ്ഞ് സുന്ദരരൂപം പൂണ്ടവരും പുഞ്ചിരിത്തൂവമൃതിൽ കുതിർന്ന മുഖമുള്ളവരും ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുഖമുള്ളവരും ആയ രാമന്മാരെ അക്രൂരൻ കണ്ടു. പിന്നീട് ഭഗവാൻ അകലെ വെച്ച് തേരിൽ നിന്നിറങ്ങി നമസ്കരിക്കുന്ന പരമഭക്തനായ ഈ അക്രൂരനെ എഴുന്നേൽപ്പിച്ച് സന്തോഷത്തോടെ പുണർന്ന് ചുരുങ്ങിയ വാക്കുകൊണ്ട് കുശലം ചോദിച്ച് കൈപിടിച്ച് ബലരാമനും ഒന്നിച്ച് ഗൃഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആ യാദവനായ അക്രൂരനെ അളവറ്റ ആദരവോടെ നന്ദഗോപരും ഒരുമിച്ച് പൂജിച്ച് അക്രൂരൻ പറഞ്ഞ വൃത്താന്തം, അതായത് കംസൻ ധനുർയാഗം നടത്താൻ പോകുന്നു, അതിനായി എല്ലാവരെയും ക്ഷണിച്ചിരിക്കുന്നു എന്ന്. ഭഗവാൻ ആ രാജകൽപ്പന മറ്റു ഗോപജനങ്ങളോട് വിളംബരം ചെയ്ത് സ്വഗൃഹത്തിൽ അക്രൂരനോട് പലതും പറഞ്ഞുകൊണ്ട് രാത്രി കഴിച്ചുകൂട്ടി. അപ്പോൾ കൃഷ്ണൻ, അതായത് പഞ്ചകനായ കൃഷ്ണൻ, ചന്ദ്രയുടെ ഗൃഹത്തിലാണോ അഥവാ ചന്ദ്രഭഗയുടെ ഗൃഹത്തിലാണോ രാധയുടെ ഗൃഹത്തിലാണോ മിത്രവിന്ദയുടെ ഗൃഹത്തിലാണോ പാർത്തു വിളംബിക്കുന്നത്, അതായത് വൈകിക്കുന്നത് എന്ന് രാത്രിയിൽ ഗോപസുന്ദരികളാൽ ഇങ്ങനെ അത്യധികം സ്നേഹാധിക്യത്താൽ ആശങ്കിക്കപ്പെട്ടവനായ ഭഗവാനെ ശ്രീ ഗുരുവായൂരപ്പ എന്നെ രക്ഷിക്കണേ.